നമസ്കാരം. മലയാളികൾ നെഞ്ചോട് ചേർത്ത പ്രിയ നടി ശാന്തി കൃഷ്ണയാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായിത്തിരിക്കുന്നത്. നമസ്കാരം ചേച്ചി. എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. പുതിയ വീട്. അപ്പം നാച്ചുറലി 1 വർഷം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തവണത്തെ എല്ലാ ഫെസ്റ്റിവൽസും പുതിയ വീട്ടിലാണ്. വിഷുവൊക്കെ പുതിയ വീട്ടിലാണ്. അതെ അതെ. ചേച്ചിയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഇടവേള എടുത്തിട്ടാണല്ലോ മലയാള സിനിമയിലേക്ക് വരുന്നത്. പക്ഷെ ഓരോ ഇടവേള എടുത്തു കഴിഞ്ഞാലും മലയാളി പ്രേക്ഷകർ ചേച്ചി അതേ ആ ഒരു പഴയ ഇഷ്ടത്തോട് തന്നെ സ്വീകരിക്കുക. അതൊക്കെ കാണുമ്പോൾ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? ഇതെനിക്കൊരു ഭാഗ്യമാണ് സത്യത്തിൽ. എന്നുവെച്ചാൽ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആണ്. അപ്പോൾ എനിക്ക് വീണ്ടും വീണ്ടും പറഞ്ഞ പോലെ 80s-ലും 90s-ലും ഇപ്പോൾ 21st സെഞ്ച്വറിയിലും ഒക്കെ വരുമ്പോൾ അവരിന്നും എന്നെ അത്രയും സ്നേഹിക്കുന്നു എന്ന് വരുമ്പോൾ തന്നെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ചാനലുകൾക്കും വേണം താങ്ക്സ് പറയാൻ. കാരണം നമ്മുടെ പഴയ പടങ്ങളൊക്കെ വീണ്ടും വീണ്ടും അല്ല കാണിക്കുമ്പോൾ നാച്ചുറലി അവർക്ക് ഇവരൊരിക്കലും വിട്ടുപോയിട്ടില്ല എന്നൊരു ഫീലും കൂടി അവർക്ക് മനസ്സിലുണ്ട്. അതെ അതെ. അപ്പോൾ പ്ലസ് പണ്ട് മുതലേ അവർക്ക് എല്ലാവർക്കും സ്വന്തം അവരുടെ വീട്ടിൽ ഒരാൾ പോലെയാണ് എന്നെ കണ്ടിട്ടുള്ളതും. ആ ഒരു ഭാഗ്യമാണ് എനിക്ക്. അതുകൊണ്ട് ഇന്നും ആ ഒരു സ്നേഹം ഉണ്ട് അവർക്ക്. ചേച്ചി നിദ്രയിലൂടെയാണല്ലോ വരുന്നത് മലയാള സിനിമയിലേക്ക് ആദ്യമായിട്ട്. ഭരൺ സാറിന്റെ ആ കാലത്ത് ഒരു സിനിമയിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? ആ കാലത്തൊക്കെ പെട്ടെന്ന് സിനിമയിലേക്ക് എത്തിപ്പെടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പോഴത്തെ അത്ര സാധ്യതകളില്ലാതൊരു സമയം കൂടിയായിരുന്നു അത്. അതെ അതെ. അതും ലക്കാണ്. വെച്ചാൽ ഞാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സ്കോളർഷിപ്പ് ഹോൾഡർ ആയിരുന്നു ഡാൻസിന്, ഭരതനാട്യത്തിന്. ദ ഓൺലി വൺ ഫ്രം ദ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര ടു ഗെറ്റ് ദി സ്കോളർഷിപ്പ്. അപ്പോൾ ആ ഒരു ഏജ് ഗ്രൂപ്പിൽ എനിക്കാണ് ആ സ്റ്റേറ്റിൽ എനിക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈ സ്കോളർഷിപ്പ് കിട്ടിയത്. അപ്പോൾ അതിൻ്റെ റൈറ്റപ്പും മറ്റേ ഫോട്ടോഗ്രാഫ്സ് എല്ലാം ഒരു തമിഴ് ഡെയിലി പേപ്പറിൽ വന്നായിരുന്നു. അതിൽ ആ ഫോട്ടോസ് കണ്ടിട്ടാണ് ഭരതേട്ടൻ, ചെന്നൈയിൽ ഉള്ള ഭരതേട്ടൻ അന്വേഷിച്ചു ഇതാരാണെന്ന് ഈ കുട്ടീന്ന്. കാരണം നിദ്ര എന്ന പടത്തിൽ ഒരു ഹീറോയിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ എൻ്റെ ചേട്ടൻ സുരേഷ് കൃഷ്ണ അന്ന് കെ ബാലചന്ദ്ര സാറുടെ അസോസിയേറ്റ് ആയിരുന്നു. ചേട്ടൻ അവിടെ ഏക് ദുജെ കെ ലിയെ പടത്തിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ചെന്നൈയിൽ. അപ്പോൾ അവരെങ്ങനെയോ മനസ്സിലാക്കി ചേട്ടൻ്റെ സുരേഷ് കൃഷ്ണയുടെ സിസ്റ്ററാണ് ശാന്തി എന്ന്. അപ്പോൾ ഞാനപ്പോൾ ബോംബെയിലാണ്. അപ്പോൾ അവർ ചേട്ടനെ മീറ്റ് ചെയ്ത് അങ്ങനെ ചോദിച്ചാന്ന് തോന്നുന്നു. അപ്പോൾ ചേട്ടൻ എന്നെ ഫോൺ ചെയ്ത് ചോദിക്കുന്നു ഇങ്ങനെ ഇൻട്രസ്റ്റഡ് ആണോ? അപ്പോൾ ഞാൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ട്. ആക്ച്വലി അന്നൊന്നും ഇതൊരു കരിയർ ആക്കാനോ അങ്ങനെ ഒരു പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു. ഇത് പെട്ടെന്ന് എനിക്കൊരു ചാൻസ് ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് പോയിട്ട് ഒരു സാധനം അഭിനയിച്ചിട്ട് വരുന്നോ അല്ലെങ്കിൽ പിന്നെ ഒരു ഡാൻസ് പ്രോഗ്രാം ചെയ്തിട്ട് വരുന്നു അതുപോലെ ഒരു ഫീലേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. സിനിമകൾ ഇഷ്ടമായിരുന്നു, കാണുമായിരുന്നു. പക്ഷേ മലയാളം വളരെ കുറവായിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. കാരണം അന്നൊക്കെ ബോംബെയിലും ഇങ്ങനെ വളരെ അപൂർവമായിട്ടാണ് സത്യത്തിൽ പടങ്ങൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അമ്മയും അച്ഛനും കാണാൻ പോകുമ്പോൾ ഞങ്ങളും കൊച്ചു പിള്ളേരാകുമ്പോൾ ഞങ്ങളെ വിളിച്ചുകൊണ്ട് അങ്ങ് പോകും. ഞങ്ങൾക്ക് ഇഷ്ടമല്ല അത്രയും ഒന്നും കാണാൻ, കാരണം ഒന്നും അത്രയ്ക്ക് മനസ്സിലാവില്ലായിരുന്നു ബിക്കോസ് ഞങ്ങൾ വീട്ടിൽ തമിഴാണ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് മലയാളം ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു ആ സമയത്ത്. എന്നുവെച്ചാൽ ഞങ്ങൾ നാട്ടിലുമൊക്കെ വന്നാലും അമ്മയും അച്ഛനും രണ്ടുപേരും കേരളത്തിലെ ആൾക്കാരാണ്. അമ്മ കാഞ്ഞങ്ങാട്, അച്ഛൻ പാലക്കാടാണ്. എന്നാൽ പോലും ഞങ്ങൾ കൊച്ചിലെ മുതൽ ബോംബെയിലും പിന്നെ കുവൈറ്റിലൊക്കെ അച്ഛൻ ജോലി ചെയ്തപ്പോൾ അവിടെ താമസിച്ചും ഒക്കെ വന്നപ്പോൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും വീട്ടിൽ സംസാരിക്കുന്ന തമിഴ്, സ്കൂളിലെ ഇംഗ്ലീഷ്, പിന്നെ ഹിന്ദി, മറാഠി ഇങ്ങനെയൊക്കെ പോയി. അപ്പോൾ പടങ്ങൾ കാണുന്നതും ഹിന്ദി പടങ്ങളും അല്ലെങ്കിൽ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ ആയിരിക്കും. സോ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നാണ് ഞാൻ ഈ സിനിമയിലോട്ട് വരുന്നത് തന്നെ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു ലക്കായിരുന്നു. എന്ന് വെച്ചാൽ ആ ഒരു ഭരതേട്ടൻ്റെ ഒരു പടം. അപ്പോൾ ചേട്ടൻ അത് അമ്മയൊക്കെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ്. പക്ഷേ എനിക്കൊരു ഭയങ്കര ഡിസപ്പോയിൻറ്റ്മെൻ്റ് ഒന്നും പറയാനില്ല. എന്നാലും നമുക്ക് നോക്കാം ആ സ്റ്റൈലാണ്. അതെന്താന്നൊരു കൗതുകം. അപ്പോൾ ചേട്ടൻ അമ്മയെ കൺവിൻസ് ഒക്കെ ചെയ്തു. ഭരതേട്ടൻ്റെ പടം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് സംതിങ് വെരി ഗ്രേറ്റ്. എന്ന് വെച്ചാൽ ഇന്നത്തെ ആൾക്കാർ ആരായാലും അങ്ങോട്ട് ചോദിക്കാൻ പോകും ചാൻസിന്. ഇതിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് കൊണ്ട് നമ്മൾ പോയി നോക്കാം, അവൾക്ക് ഇഷ്ടമാണെങ്കിൽ നോക്കട്ടെ എന്ന് പറഞ്ഞു. സോ അങ്ങനെയാണ് ഞാൻ ചെന്നൈ വരുന്നതും ഭരതേട്ടനെ കാണുന്നതും നിദ്രയിൽ അഭിനയിക്കുന്നതും. സൈമൾട്ടേനിയസ്ലി തമിഴിൽ പനീർ പുഷ്പങ്ങളിലും എനിക്ക് ചാൻസ് വരുന്നു. അപ്പോൾ അതിൽ തമിഴിലും, അപ്പോൾ സൈമൾട്ടേനിയസ് എൻട്രി ആയിരുന്നു തമിഴിലും മലയാളത്തിലും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.